നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഏകദേശം 5 പുതിയ ചിത്രങ്ങളാണ് ഇന്ന് ഓൺലൈൻ വഴി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ചിത്രങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ചിത്രം ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വള എന്നൊരു ചെറിയൊരു മലയാള ചിത്രമാണ്. ഇത് ധ്യാൻ ശ്രീനിവാസന്റെ സ്ഥിരം വരാറുള്ള ചിത്രങ്ങളെ പോലെയല്ല. ഈ ചിത്രത്തിന് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് സൈനാപ്ലേ ആണ്. അപ്പോൾ സൈനാപ്ലേയിലൂടെ ഈ ഒരു ചിത്രം ഇന്ന് മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു ചെറിയൊരു മലയാള ചിത്രമാണ് അഭിഹിതം. ഇത് ഈ അടുത്ത് വന്നിട്ടുള്ള ചിത്രങ്ങളിൽ വെച്ച് മികച്ച അഭിപ്രായങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന നവംബർ 14 മുതൽ, അതായത് ഇന്ന് രാത്രിയോടുകൂടി ഈ ഒരു ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാനായിട്ട് പോവുകയാണ്. മൂന്നാമത്തേത് കപ്ലിംഗ് എന്നൊരു മലയാള ചിത്രമാണ്. ഈ ചിത്രം മനോരമാക്സിലൂടെ ഇന്ന് രാത്രിയോടുകൂടി പ്രീമിയർ ചെയ്യും. അടുത്തത് ജുറാസിക് വേൾഡിന്റെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ജുറാസിക് വേൾഡ് റീബർത്ത് എന്നൊരു പുതിയൊരു ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന നവംബർ 14 മുതൽ, അതായത് ഇന്ന് രാത്രിയോടുകൂടി ഈ ഒരു ചിത്രം മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് ഇന്ത്യയിൽ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ ചിത്രം മാരി സെൽവരാജിന്റെ ഡയറക്ഷനിൽ ധ്രുവ് വിക്രം നായകനായിട്ട് എത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബൈസൺ എന്ന തമിഴ് ചിത്രമാണ്. അന്ന് ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ മാസം, അതായത് നവംബർ മാസം 21 മുതൽ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അടുത്തത് ഇപ്പോൾ മലയാളത്തിലെ മികച്ച ഹൊറർ ഡയറക്ടർ എന്നറിയപ്പെടുന്ന രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിന് വേണ്ടി എഴുതി കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡയസിറെ എന്നൊരു മികച്ച ഹൊറർ ത്രില്ലർ ചിത്രമാണ്. ഒരു മികച്ച ഹൊറർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ചിത്രം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ മലയാളത്തിലെ എല്ലാ വമ്പൻ ചിത്രങ്ങളുടെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും രാഹുൽ സദാശിവന്റെ കഴിഞ്ഞ 2 ചിത്രങ്ങളുടെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന സോണി ലീവ് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങൾ വാങ്ങാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഈ ഒരു ചിത്രം ഈ നവംബർ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസംബർ മാസം ഫസ്റ്റ് വീക്കുകളിലായിട്ടോ തന്നെയായിരിക്കും ഓൺലൈൻ വഴി റിലീസ് ചെയ്യാൻ പോകുന്നത്. ഏഴാമത്തേത് നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആയിട്ടുള്ള സ്ട്രേഞ്ചർ തിങ്സിന്റെ 5ാമത്തെ സീസൺ ആണ്. അപ്പോൾ 5ാമത്തെ സീസണിന്റെ ഫസ്റ്റ് വോളിയം പ്രീമിയർ ചെയ്യാൻ പോകുന്നത് ഈ നവംബർ മാസം 26 മുതലാണ്. അതിനുശേഷം 5ാമത്തെ സീസണിന്റെ സെക്കൻഡ് വോളിയം പ്രീമിയർ ചെയ്യാൻ പോകുന്നതും ഈ വർഷം തന്നെ ക്രിസ്തുമസ് റിലീസായിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ദ ഫാമിലി മാൻ എന്ന സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ 3ാമത്തെ സീസൺ കൂടി ഇപ്പോൾ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 3ാമത്തെ സീസൺ ഈ വരുന്ന നവംബർ 21 മുതൽ ആമസോൺ പ്രൈമിലൂടെ തമിഴ് ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 9ാമത്തെ ചിത്രം ഷർഫുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഷർഫുദ്ദീൻ തന്നെ നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം. അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രം സി5 എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വൈകാതെ തന്നെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം സി5യിലൂടെ ഈ നവംബർ മാസം ലാസ്റ്റ് വീക്കിലായിട്ട് പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ഇപ്പോൾ ഏറ്റവും അധികം പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഡ്യൂഡ് എന്നൊരു തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് പ്രദീപ് രംഗനാഥൻ, അതുപോലെ തന്നെ നമ്മുടെ മമിത പ്രമോദ് എന്നിവരൊക്കെയാണ്. ഇതൊരു റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ചിത്രം തിയേറ്ററുകളിൽ അന്ന് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന നവംബർ 14 അതായത് ഇന്ന് രാത്രിയോടുകൂടി ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.